ഈ ബ്രോ ചോദിച്ച പോലെ ഇന്ന് പ്രത്യേകിച്ച് നമ്മളൊരു പ്രേക്ഷകനായിട്ട് സിനിമ കാണുമ്പോൾ പണ്ടത്തെ രീതിയിലല്ല ഇന്ന് ഹൊറർ മൂവിയുടെ ട്രീറ്റ്മെന്റ് അങ്ങനെയല്ല. നമ്മളെ ഒരു ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ ആ ടെറൈനിൽ വിശ്വസിപ്പിക്കും. ടോട്ടലി നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ടാണ് പിന്നെ ആ സിനിമ കാണുന്നത്. അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ഇമോഷനും നമ്മുടേതാവും. അവരവിടെ കൊണ്ടുപോയാണ് നമ്മളെ ഇട്ട് പണി നടത്തുന്നത്. ഈ ചിത്നിയിൽ എനിക്കും ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന്, ഞാൻ ഹൊറർ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ മേ ബി പ്ലേ ചെയ്യുന്ന ആ ഒരു അമാനുഷികത ക്യാരക്ടറിനൊരു സ്കെച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു പടം ഉണ്ടാവും. അങ്ങനെയല്ല, സാറിന്റെ രീതിയിലുള്ളൊരു വേർഷൻ ഓഫ് ചിത്തിനിയാണ്. ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഹീ ബ്രേക്ക് മൈ എക്സ്പെക്ടേഷൻ. അപ്പൊ ഇതിന്റെ ടെറൈൻ ബ്രോ ചോദിച്ച പോലെ ഉറപ്പായിട്ടുണ്ട്. കാര്യം ചിത്തിനി എന്ന് പറയുന്ന ആ ക്യാരക്ടർ നിൽക്കുന്ന സ്ഥലം തൊട്ട് അതിനെ റിവോൾവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും എല്ലാത്തിനും അത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. പക്ഷെ എന്ന് എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്ത് തോന്നുന്നു. ഹീ ഈസ് എ പേഴ്സൺ ഹൂ വാണ്ട് ടു കാറ്റർ ഫാമിലി ഓഡിയൻസിനെ കാറ്റർ ചെയ്യും. അപ്പോൾ നമ്മൾ പൊതുവെ ചിലപ്പോൾ ഈ ട്രെയിലറിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പേടിപ്പിക്കുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന എക്സ്ട്രാ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്നാലും കുറെ സബ്ജക്റ്റിനെ എന്ത് സിമ്പിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്തത്. എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ. ഞാൻ പടം ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഐ തിങ്ക് പിന്നെ ടെക്നിക്കലി ക്യാമറ ചെയ്തേക്കുന്ന എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക്, സൗണ്ട് എല്ലാം നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ VFX ആവശ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. അത് നല്ല ടീമിനെ വെച്ച് തന്നെ ചെയ്തേക്കുന്നതും ആൻഡ് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ.